മലയാളം സീസൺ 6 ബിഗ് ബോസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ഇന്ന് സാറ്റർഡേ എപ്പിസോഡാണ്. ലാലേട്ടൻ വന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കും. മിക്കവാറും ചോദിക്കുന്നത് നമ്മുടെ പവർ ടീമിൻ്റെ പെർഫോമൻസിനെ പറ്റിയും ഋഷിയുടെ HR പെർഫോമൻസിനെ പറ്റിയും അതുപോലെ തന്നെ ജാസ്മിനെ ജയിലിൽ വിടാനുള്ള ഇഷ്യൂവിനെ പറ്റിയും പിന്നെ റസ്മിൻ്റെ ഫിസിക്കൽ അസോൾട്ടിനെ പറ്റിയും ഇതൊക്കെ ആയിരിക്കും പ്രധാനമായ കാര്യങ്ങൾ. പിന്നെ ജിൻഡോയുടെ പെർഫോമൻസിനെ പറ്റിയൊന്നും ചോദിക്കാൻ സാധ്യതയില്ല, കാര്യം പുള്ളിയെ പ്രൊമോട്ട് ചെയ്യത്തില്ലല്ലോ. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇന്ന് ഒരു കാര്യം ഞാൻ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ജാസ്മിനെ ജയിലിൽ ഇട്ടപ്പോൾ എൻ്റെ ക്വാളിറ്റി ജഡ്ജ് ചെയ്യുന്ന ആൾ ഞാനല്ല. ശരിയാണ്, അതിനകത്ത് ഫെയർ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിന്ന് ചോദിക്കണം തന്നെ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ ജിൻഡോയെ ചെയ്യാത്ത തെറ്റിന് ജയിലിലിട്ടപ്പോഴും ഫിസിക്കൽ അസോൾട്ട് ചെയ്തപ്പോഴും വളരെ തണുത്ത മട്ടിൽ പോയ ബിഗ് ബോസ് ഇന്ന് വളരെ രൂക്ഷമായി പെരുമാറുമെന്നു നമുക്കൊന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം പറയുന്ന ഈ ഫേവറിസം എന്നുള്ള സെറ്റപ്പ് ബിഗ് ബോസിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്കൊരു എല്ലാവരും ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമുക്ക് രണ്ടായിട്ട് കാണാം. ജാസ്മിൻ എന്ന വ്യക്തിയെ ബിഗ് ബോസ് ആയം തൊട്ട് പ്രൊമോട്ട് ചെയ്ത് വരുന്നൊരു ആളാണ്. ഓക്കെ, എല്ലാ എപ്പിസോഡ് നോക്കിയാലും കൂടുതൽ വിഷ്വൽസും എല്ലാ സ്ക്രീൻ സ്പേസും കൊടുക്കുന്നത് നമ്മുടെ ജാസ്മിനാണ്. അവിടെ നിന്നുകൊണ്ട് അധികം സ്ക്രീൻ സ്പേസ് കിട്ടാതെ വരികയും എപ്പിസോഡുകളിൽ അതുപോലെ തന്നെ മാക്സിമം നെഗറ്റീവാക്കി കാണിക്കുകയും ചെയ്യുന്ന ജിൻഡോയുടെ ഒരു വീഡിയോയ്ക്കകത്ത് സ്വന്തം അച്ഛനെയും അമ്മയും തള്ളിപ്പറയുമെന്ന് ലാലേട്ടൻ വന്ന് എടുത്ത് കാണിച്ച വീഡിയോ എന്തിനു വേണ്ടി? നെഗറ്റീവാക്കാൻ. അത്രയും ജിൻഡോയ്ക്ക് നെഗറ്റീവാക്കാൻ വേണ്ടി നിന്നൊരു ഷോയിൽ പുള്ളി എത്രയും കയറി വന്ന് എന്തുകൊണ്ടാണെന്നറിയാവോ? ലൈവ് എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ടും ആണ് പുള്ളി കയറി വന്നത്. ജനങ്ങൾ അപ്പം ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ജിൻഡോ കയറി വരുന്നത്. ഇപ്പോഴും ജിൻഡോയുടെ കാര്യങ്ങളെല്ലാം മാക്സിമം ഒഴിവാക്കുകയും അതുപോലെ തന്നെ ബിഗ് ബോസിൻ്റെ പ്ലസ് എപ്പിസോഡ് ഇടുകയും ചെയ്യുന്നത്. അപ്പം അത് അവർക്ക് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ്. അപ്പം അവിടെ നിന്ന് ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് കയറി വന്നവനാണ് ജിൻഡോ. ഇപ്പോൾ ജാസ്മിനാണെങ്കിൽ മൊത്തം പ്രൊമോഷൻ PR ടീമിൻ്റെ പ്രൊമോഷൻ, ബിഗ് ബോസ് ടീമിൻ്റെ പ്രൊമോഷൻ, സപ്പോർട്ട് ഇതെല്ലാം കൊണ്ടിട്ട് നെഗറ്റീവായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു കാര്യത്തിൽ പോസിറ്റീവ് വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ എല്ലാം പൊക്കി പിടിച്ചുകൊണ്ട് വരുന്നുണ്ട് ആ ജയിൽ കാര്യത്തിൽ. അപ്പോൾ ഓർത്ത് നോക്കി, ഇപ്പോൾ ഇതിലാരാണ് ശരിക്കും വിജയി? സർവൈവർ ആ വീട്ടിൽ മാത്രമല്ല, ബിഗ് ബോസ് ടീമിൻ്റെ അൺഫെയറായിട്ടുള്ള സ്ക്രീൻ സ്പേസിങ്ങിനൊക്കെ സർവൈവ് ചെയ്ത് ജനങ്ങളിലെ ഇതുപോലെ ഒരുപാട് PR ഓപ്പോസിറ്റ് നിന്നിട്ടും കയറി വന്നൊരു വ്യക്തിയാണ് ജിൻഡോ. അപ്പോൾ എനിക്ക് ശരിക്കും ഒരു വിജയമായിട്ട് ഇപ്പോഴും തോന്നുന്നു ജിൻഡോയാണ്. ഇപ്പോഴും നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം കണ്ടാണ് ജിൻഡോയുടെ സിൻസിയാരിറ്റി കണ്ടുകൊണ്ട് സാബുമോൻ നല്ല ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുകയും അതുപോലെ തന്നെ പോകാൻ നേരത്ത് നമ്മുടെ ശ്വേതാ മേനോൻ ജിൻഡോയെ കെട്ടിപ്പിടിച്ച് ഇമോഷണലാകും. ഇതൊന്നും മെയിൻ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. ഈ കാര്യങ്ങളൊന്നും മെയിൻ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. കാണിക്കുന്നത് എന്തുവാ? ഗബ്രിയുടെ കുപ്പി കാണാതെ ഓടി നടക്കുന്ന ജാസ്മിൻ, അതുപോലെ മാലയ്ക്ക് വേണ്ടി നടക്കുന്ന ജാസ്മിൻ. ഇതാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നത്. എത്ര ഹൈലൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാലും ജനങ്ങളുടെ ഇഷ്ടം ഇപ്പോഴും ജിൻഡോ തന്നെയാണ്. ജാസ്മിന് സപ്പോർട്ട് കൂടി വരുന്നുണ്ടെന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷേ അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ ഒരു കാര്യം ആരെയും നമ്മൾ നെഗറ്റീവായിട്ട് പറയുന്നില്ല, എല്ലാവരും കയറി വരണം. പക്ഷേ ഈ പ്രൊമോട്ട് ചെയ്യുന്നതും അല്ലാതെ തിരിഞ്ഞ് അത് പ്രൊമോട്ട് ചെയ്യുന്നവർക്കെതിരായിട്ട് ജനങ്ങളുടെ സപ്പോർട്ടോടെ കയറി വരുന്നവരും നമ്മൾ രണ്ടായിട്ട് കാണണം എന്നെനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 10-30 ദിവസം 40 ദിവസം ഉണ്ടല്ലോ, ഇനി മാക്സിമം ഒരു ജാസ്മിനെ പ്രൊമോട്ട് ചെയ്ത് കയറ്റിക്കൊണ്ട് വരും. ഈ ലൈവ് എന്നൊരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ജിൻഡോയൊക്കെ എന്നേ പോയേനും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.